നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഡെലിവറിയെ പറ്റിയുള്ള ഒന്ന് രണ്ട് വീഡിയോസ് ഇട്ടപ്പോൾ അതിലൊക്കെ താഴെ കമന്റ് ആയിട്ട് പലരും മറുപിള്ള താഴെയാവുന്ന, അതായത് ലോ ലേയിങ് പ്ലാസന്റ ലോ ലേയിങ് ആവുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നോർമൽ ഡെലിവറിക്ക് അത് തടസ്സമാണോ എന്നൊക്കെ പറഞ്ഞ് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു, ലോ ലേയിങ് പ്ലാസന്റ അഥവാ മറുപിള്ളയുടെ പൊസിഷൻ അബ്നോർമൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ഉള്ളതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാന്ന്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് അതാണ്. അപ്പൊ എന്താണ് പ്ലസന്റ അഥവാ മറുപിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്ക് യൂഷ്വലി അമ്മയിൽ നിന്നുള്ള ന്യൂട്രീഷനൊക്കെ കുഞ്ഞിലേക്ക് എത്തിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്ലസന്റ എന്ന് പറയുന്നത്. അപ്പോ കുഞ്ഞ് ആയി തുടങ്ങി ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് അത് വളരുന്ന സമയം മുതൽ ഈ മറുപിള്ളയിലൂടെയാണ് അമ്മയിൽ നിന്ന് ന്യൂട്രീഷൻ എല്ലാം രക്തത്തിലൂടെ കുഞ്ഞിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പ്ലസന്റ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ലോ ലൈൻ പ്ലസന്റ? യൂഷ്വലി എന്താണ് പ്ലസന്റയുടെ നോർമൽ പൊസിഷൻ എന്ന് പറയുന്നത്? അതായത് മറുപിള്ള എവിടെയാണോ അറ്റാച്ച് ചെയ്യുന്നത് അത് പലരുടെ കേസിലും പല സ്ഥലങ്ങളിലായിരിക്കാം. യൂഷ്വലി ഒരു 20 ആഴ്ചയൊക്കെ ആവുമ്പോഴത്തേക്കും ഒരു 5% ആൾക്കാർക്കും മറുപിള്ള താഴെയായിരിക്കും. പക്ഷെ മാസം തികഞ്ഞു കഴിയുമ്പോൾ അതിൽ മിക്കവർക്കും പൊസിഷൻ മാറി മറുപിള്ള മേളിലേക്ക് ആവാനാണ് സാധ്യത. യൂഷ്വലി മറുപിള്ള കോമൺ ആയിട്ട് ബാക്കിയുള്ള ഞാൻ പറഞ്ഞ പോലെ 95% ആൾക്കാരിലും മറുപിള്ള മേളിലായിരിക്കും. യൂട്രസിന്റെ മേൽഭാഗത്തായിരിക്കും മറുപിള്ള. കുഞ്ഞിന്റെ തലയുടെ പൊസിഷൻ താഴത്തേക്കായിരിക്കും. പക്ഷെ ഈ ലോ ലൈൻ പ്ലസന്റ എന്ന് പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല്, മറു കുഞ്ഞിന്റെ തലയുടെയും താഴെയായിരിക്കും ചിലപ്പോൾ അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ ലോ ലൈൻ പ്ലസന്റ എന്ന് പറയുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ യൂട്രസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനകത്തായിരിക്കും കുഞ്ഞ് കിടക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സെർവിക്സിന്റെ പോർഷൻ. ഇത് വികസിച്ചാണ് കുഞ്ഞിന്റെ തല താഴേക്ക് ഇറങ്ങുന്നത്. അപ്പൊ യൂഷ്വലി മറുപിള്ള ഈ യൂട്രസിന്റെ മേൽഭാഗത്തോ അല്ലെങ്കിൽ ഈ സൈഡിലോ ഒക്കെ ആയിരിക്കും യൂഷ്വലി അറ്റാച്ച് ചെയ്യുന്നത്. പക്ഷെ ചിലപ്പോ എന്താ സംഭവിക്കുന്നത്, മറുപിള്ള ഈ താഴ്ഭാഗത്ത് വന്ന് അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പൊ കുഞ്ഞ് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്, മറു അതിനെയും കവർ ചെയ്താണ് താഴെ അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ കുഞ്ഞിന്റെ തല താഴെ ഇറങ്ങി വരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നോർമൽ ഡെലിവറി പോസിബിൾ അല്ലാതെ വരും. അത് പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഒരു 4 മാസത്തിലോ 5 മാസത്തിലോ മറുപിള്ള താഴെ ആണെങ്കിൽ പോലും കുഞ്ഞ് വളർന്ന് വരുന്നതിനനുസരിച്ച് യൂഷ്വലി മറുപിള്ള മേളിലേക്ക് ആവും. കമ്പാരിറ്റീവ്ലി അത് മേളിലോട്ട് കയറും എന്നുള്ളതല്ല. കുഞ്ഞ് വളർന്ന് യൂഷ്വലി താഴത്തെ പൊസിഷൻ അസ്യൂം ചെയ്യുമ്പോഴത്തേക്കും പ്ലസന്റ ഓട്ടോമാറ്റിക്കലി റിലേറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ മുകളിലായിരിക്കും. അപ്പോൾ ഒരു നോർമൽ ഡെലിവറി പോസിബിൾ ആണ്. അപ്പൊ അതാണ് ലോ ലൈൻ പ്ലസന്റ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അത് പല ടൈപ്പ് ഉണ്ട്. ചിലർക്കാണെങ്കിൽ ഒരു ചെറിയ പോർഷൻ മാത്രമേ താഴത്തേക്ക് ഉണ്ടാവുള്ളൂ. ചിലർക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ചിലർക്ക് കുറച്ച് താഴേക്കായിരിക്കും, പക്ഷേ താഴെ വേദന വന്ന് വികസിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി കുറച്ച് പൊസിഷൻ മേളിലാവും. ഇതിൽ കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് നോർമൽ ഡെലിവറി പോസിബിൾ അല്ലാതെ സിസേറിയൻ വേണ്ടി വരുന്നത്. അത് തന്നെ നമ്മൾ മാസം തികയുന്നവരെ യൂഷ്വലി വെയിറ്റ് ചെയ്യും. ഇപ്പൊ 20 ആഴ്ചയിൽ നമ്മൾ കാണുകയാണ് മറുപിള്ള താഴെയാണെങ്കിൽ പിന്നെ 1-2 സ്കാനിങ് തീർച്ചയായിട്ടും കാണും. ഒരു 28-30 ആഴ്ചയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊസിഷൻ മേളിലേക്ക് ആകുക എന്നുള്ള ഒരു റിപ്പോർട്ട് കിട്ടും. പിന്നെ മാസം തികഞ്ഞു കഴിഞ്ഞ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം സ്ഥലമുണ്ട്, മറു നല്ലപോലെ മേളിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടായിരിക്കും നമ്മൾ കാണും. അപ്പോൾ മാസം തികഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെ പൊസിഷൻ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ഡെലിവറിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നോർമൽ ഡെലിവറി ആയിരിക്കും മോസ്റ്റ് കോമൺലി സംഭവിക്കുന്നത്. മറുപിള്ള കാരണം അവർക്ക് സിസേറിയൻ ആവത്തില്ല. പക്ഷെ ചിലർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മുതൽ ഈ 4 മാസത്തിലോ 5 മാസത്തിലോ എല്ലാം മറു താഴെ കവർ ചെയ്ത് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോ മേളിലേക്ക് കയറാതെ വന്നു കഴിഞ്ഞാൽ മാസം തികഞ്ഞു, ഡേറ്റ് അടുത്തു, സ്റ്റിൽ പൊസിഷൻ മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെലിവറി പോസിബിൾ ആവില്ല. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞിന്റെ തലയുടെയും താഴെ ആയിരിക്കും മറു അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ആ സമയത്ത് കുഞ്ഞിന്റെ തല താഴേക്ക് ഇറങ്ങാനോ നോർമൽ ഡെലിവറിയോ ഒന്നും പറ്റില്ല. അപ്പോ സിസേറിയൻ ആയിട്ട് ചെയ്യേണ്ടി വരാം. അത് വളരെ റയർ ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു 5 മാസത്തില് മറുപിള്ള താഴെയാണ്, അല്ലെങ്കിൽ ഒരു 6 മാസം 7 മാസം വരെയും മറുപിള്ള താഴെയാണ് എന്ന് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ പൊസിഷൻ മാറാൻ ഒരു സാധ്യതയുണ്ട്. പിന്നെ പലരും ചോദിക്കാറുണ്ട്, സ്കാനിങ്ങിൽ ഇങ്ങനെ 20 ആഴ്ചയിലെ സ്കാനിങ്ങിലും മറു താഴെയായിരുന്നല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമോ? യൂഷ്വലി കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ബ്ലീഡിങ് ആണ്. അതായത് പ്രഗ്നൻസി സമയത്ത് എപ്പോഴെങ്കിലും ചെറിയ സ്പോട്ടിങ് വരാം, അല്ലാതെ നല്ല രീതിയിൽ ഒരു 1/2 പാഡ് അല്ലെങ്കിൽ 1 പാഡിന്റെ ലെവലിലുള്ള ബ്ലീഡിങ് വരാം.
യൂഷ്വലി വേദന ഇല്ലാത്ത ബ്ലീഡിങ് ആയിരിക്കും മറു താഴെ ആയിരിക്കുന്നവർക്ക് ഉണ്ടാവുന്നത്. പക്ഷെ മോസ്റ്റ് കേസസിൽ ഒത്തിരി ബ്ലീഡിങ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നതിന് പ്രശ്നമില്ല. തൽക്കാലമുള്ള ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാനൊക്കെയുള്ള മെഡിസിൻസ് കൊടുത്തിട്ട് നമുക്ക് പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ബ്ലീഡിങ് ഒത്തിരി അമിതമായിട്ട് പീരിയഡ്സിന്റെ പോലെ 2-3 പാഡൊക്കെ ഒറ്റയടിക്ക് ബ്ലീഡിങ് ആയിട്ട് വരുന്ന കേസിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു എമർജൻസി ആയിട്ടുള്ള സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തിറക്കേണ്ടി വരുന്നത്. അപ്പൊ അത് വളരെ വളരെ റയർ ആയിട്ടുള്ള സിറ്റുവേഷൻ. യൂഷ്വലി നമ്മൾ ചെറിയ ബ്ലീഡിങ് ഒക്കെ കാണുമ്പോൾ ബ്ലീഡിങ് വരാതിരിക്കാനുള്ള മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബ്ലീഡിങ് സ്റ്റോപ്പ് ആയിക്കോളും. പിന്നെ പലരും ചോദിക്കുന്നതാണ് മറു താഴെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ പൊസിഷൻ മാറാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസന്റയുടെ പൊസിഷൻ, ഞാൻ കുഞ്ഞിന്റെ പൊസിഷൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഗർഭിണികള് പൊസിഷനിൽ കിടക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ആഹാരം കഴിക്കുന്നുണ്ടോ ഒന്നും അല്ല വരുന്നത്. അപ്പൊ അത് നാച്ചുറലി സംഭവിച്ചു പോകുന്നതാണ്. അപ്പൊ പൊസിഷൻ മാറ്റാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മറു താഴെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ബ്ലീഡിങ് വരാതിരിക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒത്തിരി വെയിറ്റ് എടുത്തിട്ടുള്ള ജോലികൾ, ഒത്തിരി സ്ട്രെയിൻ ചെയ്തിട്ടുള്ള എക്സസൈസുകൾ, അതൊക്കെ നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുക. അതുപോലെ തന്നെയാണ് സെക്ഷൽ കോണ്ടാക്ട്, അതായത് ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും ബ്ലീഡിങ് വരാനായിട്ട് ഒരു ചെറിയ ശതമാനം സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മറുപിള്ളയുടെ പൊസിഷൻ താഴെ ആയിരിക്കുന്നവരോട് ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും പറയും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ബ്ലീഡിങ് ഉണ്ടാക്കാൻ ഒരു കാരണമായി മാറും. ഒത്തിരി ബ്ലീഡിങ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എമർജൻസി സിസേറിയനിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും. പക്ഷെ അതൊക്കെ വളരെ വളരെ റയറാണ്. മിക്ക കേസുകളിലും ഒരു 90-95% കേസിലും മറു താഴെ ആയതുകൊണ്ട് ബ്ലീഡിംഗ് ഒന്നും വരണമെന്നില്ല. അഥവാ വന്നാലും ചെറിയ സ്പോട്ടിങ് പോലെയൊക്കെ വന്ന് അപ്പൊ തന്നെ പോവുകയും ചെയ്യും. അപ്പൊ ഇതാണ് മറ്റൊരു സംശയം യൂഷ്വലി ചോദിക്കാറുള്ളത്. പിന്നെ ചിലർക്കുള്ള സംശയമാണ് ആദ്യത്തെ ഒരു സിസറിൻ കഴിഞ്ഞ് ഇപ്പോഴത്തെ പ്രഗ്നൻസിയിൽ മറു താഴെയാണ്, അതുകൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ? യൂഷ്വലി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് ആദ്യത്തെ ഒരു സിസറിൻ കഴിഞ്ഞ് രണ്ടാമത് പ്രഗ്നന്റ് ആവുന്ന ആൾക്കാരിൽ മറുവ് താഴെയാണെങ്കിൽ ഈ മുറിവിലേക്ക്, ഈ സ്കാറിന് നമ്മൾ പറയും, ആദ്യത്തെ സിസറിന്റെ സ്കാറിലേക്ക് മറു അറ്റാച്ച് ചെയ്യാൻ വളരെ വളരെ ചെറിയ ഒരു ശതമാനം സാധ്യതയുണ്ട്. അത് നമ്മൾ അഡഹറൻ പ്ലാസന്റ അല്ലെങ്കിൽ പ്ലാസന്റ അക്രീറ്റ എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവാനും ഡേറ്റ് വരെ പോകുന്നതിനും ഒത്തിരി മുന്നേ തന്നെ സിസേറിയൻ ഒക്കെ ചെയ്യേണ്ടി വരാനും ബ്ലീഡിങ് കൂടാനും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട്. അത് യൂഷ്വലി ആദ്യത്തെ ഒരു സിസേറിയൻ കഴിഞ്ഞ് രണ്ടാമത് അങ്ങനെ മറുപുള്ള മുറിവിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആൾക്കാരിൽ മാത്രമേ സംഭവിക്കാറുള്ളൂ. പിന്നെ കോമൺ ആയിട്ട് ഒരു കാര്യം ചോദിക്കുന്നത്, നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ മറുപുള്ള താഴെയാണ്, അപ്പൊ സിസേറിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് നമ്മൾ സിസേറിയന്റെ സമയത്ത് പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടോ? യൂഷ്വലി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് മറു താഴെ ആയിരിക്കുമ്പോൾ നമ്മൾ സിസേറിയൻ ഡെലിവറി ആയിരിക്കും യൂഷ്വലി ചെയ്യുക. സിസേറിയൻ ചെയ്യുമ്പോൾ തന്നെ കുറച്ചൊരു ബ്ലീഡിങ് സാധാരണ ഒരു നോർമൽ സിസേറിയനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. പോസ്റ്റ്പാർട്ടം ഹെമറേജ് നമ്മൾ പറയും. അപ്പൊ അതിനുള്ള ചാൻസ് ഈ ലോ ലൈൻ പ്ലസന്റ മറു താഴെ ആയവർക്ക് കുറച്ച് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ യൂഷ്വലി അവരെ അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തത്തിന്റെ അളവ് നോർമൽ ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഓൾറെഡി രക്തത്തിന്റെ അളവ് കുറവാണെങ്കിൽ അമിതമായിട്ടുള്ള ബ്ലീഡിങ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. പക്ഷെ ഒരു ഹീമോഗ്ലോബിൻ ലെവൽ ഒരു നോർമൽ റേഞ്ച്, അതായത് ഒരു 12-14 ഗ്രാം പെർ ഡെസിലിറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇച്ചിരി ഒരു ബ്ലീഡിങ് ഉണ്ടെങ്കിലും വലിയൊരു ഇഷ്യൂ ഇല്ലാതെ പോകും. അപ്പം രക്തക്കുറവ് കഴിയുന്നതും വരാതിരിക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ എക്സസൈസ് റെസ്ട്രിക്ട് ചെയ്യണം, ഒത്തിരി സ്ട്രെയിൻ ചെയ്തിട്ടുള്ള എക്സസൈസ് ഒക്കെ ഒഴിവാക്കണം എന്ന് പറയുമ്പോഴത്തേക്കും പലരും ചോദിക്കുന്ന കാര്യമാണ് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആവശ്യമുണ്ടോ എന്നുള്ളത്. ആക്ച്വലി മറു താഴെയാണെങ്കിലും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ല. നടക്കുന്ന പോലത്തെ നോർമൽ ആയിട്ടുള്ള എക്സസൈസസ് ഡെയിലി ഒരു അരമണിക്കൂർ ചെയ്യുന്നതുകൊണ്ട് വിഷയമില്ല. പക്ഷെ ആക്റ്റീവ് ബ്ലീഡിങ് റിപ്പീറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓൺഗോയിങ് ബ്ലീഡിങ് ഒക്കെ കൂടുതലുള്ള സമയത്ത് ശരിക്കും അവര് റെസ്റ്റ് തന്നെ എടുക്കേണ്ടി വരും. അത് കഴിയുമ്പോൾ ആ ഒരു ബ്ലീഡിങ്ങിന്റെ ഇഷ്യൂ ഒക്കെ മാറി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ ചെറിയ രീതിയിലുള്ള എക്സസൈസ് നടക്കുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതുകൊണ്ടൊന്നും ഒരിക്കലും ബ്ലീഡിങ് വരാനായിട്ട് പോകുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് മറുപുള്ള താഴെ ആയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അഥവാ ഇപ്പൊ ഒരു 4 മാസത്തില് അല്ലെങ്കിൽ ഒരു 5 മാസത്തിലെ സ്കാനില് മറു താഴെയാണ് എന്ന് കാണുവാണെങ്കിൽ ആരും പേടിക്കേണ്ട കാര്യമില്ല. മിക്കവാറും കേസില് അത് പൊസിഷൻ മാറി മേളിലേക്കാവും ഡെലിവറി ടൈമിലാവുമ്പോൾ. അഥവാ നമ്മുടെ ഡേറ്റ് ആയി അല്ലെങ്കിൽ മാസം തികഞ്ഞു ആ സമയം ആവുമ്പോഴും
മറുവിന്റെ പൊസിഷൻ മാറിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സിസറിൻ വേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒത്തിരി വറീഡ് ആവേണ്ട കാര്യമില്ല. ഇതുകൊണ്ട് യൂഷ്വലി കുഞ്ഞിന് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും കാണാറില്ല. റിപ്പീറ്റഡ് ആയിട്ട് ഒത്തിരി ബ്ലീഡിങ് വന്ന രക്തക്കുറവൊക്കെ വരുന്നവർക്ക് മാത്രം കുഞ്ഞിന് ചെറിയ വളർച്ചക്കുറവ് പോലുള്ള ഇഷ്യൂസ് വരും. അത് തന്നെ നമ്മൾ നേരത്തെ ബ്ലീഡിംഗ് ഒക്കെ ഉള്ളവർക്ക് എക്സ്ട്രാ ആയിട്ട് നമ്മൾ കെയർ എടുത്ത് കുഞ്ഞിന് വളർച്ചക്കുറവൊന്നും വരാതെ കെയർ ചെയ്താണ് ഡേറ്റ് വരെ കൊണ്ടുപോവുക. അപ്പം അതിനെപ്പറ്റിയും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. രക്തക്കുറവ് വരാതെ ശ്രദ്ധിക്കുക. ഇതുപോലെ മറു താഴെ ഇരിക്കുന്നിടത്തോളം ഒത്തിരി സ്ട്രെനേഴ്സ് ആയിട്ടുള്ള എക്സസൈസുകൾ, ഒത്തിരി സ്ട്രെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ബ്ലീഡിങ് വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചു നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള മെഡിസിൻസ് എടുക്കുക. അത്രയും നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ളൂ. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് പേടിക്കേണ്ട ഒരു കാര്യമല്ല, പക്ഷെ നമ്മൾ ഒരു കോഷ്യസ് ആയിട്ട് ഇരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ മറുപിള്ളയുടെ പൊസിഷനെ പറ്റി, അത് താഴെ ആയിരിക്കും എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമോ എന്നൊക്കെ ഉള്ളതിനെ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ സംശയങ്ങളും മാറിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് മനസ്സിലായില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൗട്ട് ചോദിക്കുക. ഞാൻ അതിനെ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.